This is the last video in CPU organization. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ഓഫ് CPU സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ പാത്ത്സ് ഇൻസൈഡ് CPU. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ബസ് CPU ഓർഗനൈസേഷൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇതിനകത്ത് CPUവിനകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് അതൊക്കെ ഒരു ബസ് വഴി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ഈ ഡയഗ്രത്തിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പോണൻസും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ PC എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ, ദെൻ MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ദെൻ ദിസ് ഇസ് മെമ്മറി ബഫർ രജിസ്റ്റർ, ദെൻ IR എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ദെൻ R0 to Rn-1. ഇതെല്ലാം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്. അതായത് N ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ R0 to Rn-1 എന്ന് നെയിം ചെയ്യണം. ദെൻ ഇത് ALU, ദെൻ ഇവിടെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, ഇത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് തന്നെയാണ്. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക് എന്ന് എഴുതിക്കോളൂ നിങ്ങൾ. അപ്പോൾ അതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. ദെൻ നമ്മൾ നേരത്തെ പറയാത്തൊരു 3 രജിസ്റ്റേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രജിസ്റ്റർ Y, രജിസ്റ്റർ Z ആൻഡ് രജിസ്റ്റർ ടെമ്പ്. ഇത് 3 ടെമ്പററി രജിസ്റ്റേഴ്സാണ്. ടെമ്പററി രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനെ ഇടയ്ക്ക് വെച്ചിട്ട് ചില ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പ്രോഗ്രാമേഴ്സിന് ഇൻവിസിബിൾ ആയിട്ടുള്ള രജിസ്റ്റേഴ്സാണ്. ഇങ്ങനെ രജിസ്റ്റർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള 3 രജിസ്റ്റേഴ്സാണ്. അപ്പോൾ അത് എവിടെയാണ് യൂസ് ചെയ്യാമെന്നത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ഇനി നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ നടുക്ക് വരച്ചിട്ടുള്ള ഈ ബസ്, ഇത് CPU ബസ്സാണ്. CPU ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPUവിനകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസിനെ കണക്ട് ചെയ്യുന്ന ബസ്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻസൊക്കെ ഇട്ടുള്ളത്. അപ്പോൾ ഈ ലൈൻസ് നോക്കുക, ചില ലൈൻസൊക്കെ ബൈ ഡയറക്ഷണലാണ്, ചിലതൊക്കെ യൂണി ഡയറക്ഷണലാണ്. അപ്പോൾ അത് എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ ആദ്യത്തത് പ്രോഗ്രാം കൗണ്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. പ്രോഗ്രാം കൗണ്ടർ CPU ബസ്സുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് ഈ ലൈൻ കാണിച്ചത്. അത് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ്. പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ് ഉണ്ടാവുക, നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ അതൊരു സീക്വൻസിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. അപ്പോൾ ആ അഡ്രസ്സ് CPU ബസ്സിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എല്ലാ സമയത്തും പ്രോഗ്രാം കൗണ്ടർ അങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഇൻക്രിമെൻറ്റ് ചെയ്യല്ല ചെയ്യുക. ചിലപ്പോൾ ചില കമ്പാരിസൺസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് വേറെ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ സീക്വൻസ് വിട്ടിട്ട് വേറൊരു ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു കമ്പാരിസൺ ചെയ്ത് അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് ഇതിൻ്റെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ത്രൂ CPU ബസ് അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിനകത്തേക്കും വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഇതിനകത്ത് നമ്മൾ മെമ്മറിയിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറിയുടെ അഡ്രസ്സാണ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ വയ്ക്കുക. അപ്പോൾ അഡ്രസ്സ് CPU ബസ്സിൽ നിന്ന് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് അത് യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് അഡ്രസ്സ് വരില്ല. ഇനി മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഇസ് ഓൾവേസ് കണക്റ്റഡ് ടു അഡ്രസ് ബസ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 2 ബസ്, ഇത് രണ്ടും സിസ്റ്റം ബസ്സിലുള്ളതാണ് കേട്ടോ. സിസ്റ്റം ബസ്സിനകത്തുള്ള അഡ്രസ് ബസ്സും ഡേറ്റ ബസ്സും. സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ CPUവും അതുപോലെ ബാക്കി കമ്പോണൻസും, അതായത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റും സ്റ്റോറേജ് യൂണിറ്റും ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബസ്സാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം ബസ്സിനകത്തെ അഡ്രസ് ബസ് മെമ്മറി അഡ്രസ് രജിസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഡേറ്റ ബസ് മെമ്മറി ബഫർ രജിസ്റ്ററുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. ദെൻ മെമ്മറി ബഫർ രജിസ്റ്ററിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ബൈ ഡയറക്ഷണലാണ്. മെമ്മറി ബഫർ രജിസ്റ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക, ഒരു മെമ്മറി റീഡ് അല്ലെങ്കിൽ മെമ്മറി റൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഡേറ്റ മെമ്മറി ബഫർ രജിസ്റ്ററിൽ വയ്ക്കുക. അപ്പോൾ ഒരു CPUവിനകത്തുള്ള ഡേറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി ബഫർ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് ഡേറ്റ പോകും. ഇനി മെമ്മറിയിലുള്ള ഡേറ്റ റീഡ് ചെയ്തിട്ട് CPUവിനകത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മെമ്മറി ബഫർ രജിസ്റ്റർ വഴി CPUവിനകത്തേക്ക് ഡേറ്റ വരും. അപ്പോൾ അതുകൊണ്ട് അത് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ്. ദെൻ രജിസ്റ്റർ Y എന്ന് പറയുന്നത് ALU ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പറാൻസ്, നോർമലി 2 ഓപ്പറാൻസ് ആണ് ഓപ്പറേഷൻസിനൊക്കെ ഉണ്ടാവുക. അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് Aയും Bയും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ Aയും Bയും ആണ് അതിൻ്റെ 2 ഓപ്പറാൻസ്. അപ്പോൾ അതിൽ ഒരു ഓപ്പറാൻഡ് രജിസ്റ്റർ Yയിലാണ് ഉണ്ടാവുക, ഒരു ഓപ്പറാൻഡ് നേരെ CPU ബസ്സിൽ നിന്ന് ALUയിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് CPU ബസ് ടു രജിസ്റ്റർ Y ഒരു ഡേറ്റ മൂവ്മെൻറ്റ് ഉണ്ടാവും. അതേസമയം രജിസ്റ്റർ Yയിൽ നിന്ന് CPU ബസ്സിലേക്ക് ഡേറ്റ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാണ്. ദെൻ രജിസ്റ്റർ Z എന്ന് പറഞ്ഞാൽ ALU ഒരു ഓപ്പറേഷൻ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് രജിസ്റ്റർ Z വഴിയാണ് CPU ബസ്സിലേക്ക് വരിക. അപ്പോൾ രജിസ്റ്റർ Z ടു CPU ബസ്സാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലാണ്ട് തിരിച്ച് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എന്താണ് ഉണ്ടാവുക, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ CPU ബസ് വഴിയാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തേക്ക് ലോഡ് ആവുക.
ഇനി ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുനിന്ന് പോവുക കൺട്രോൾ യൂണിറ്റിലേക്കാണ്. കൺട്രോൾ യൂണിറ്റാണ് അതിനെ ഡീകോഡ് ചെയ്യണത്. അതായത് അതെന്താണ് ആ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക് എന്ന് പറഞ്ഞ പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺട്രോൾ യൂണിറ്റാണ്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്ന് നോക്കുക. കൺട്രോൾ സിഗ്നൽസാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. അതിൽ ഒരു സെറ്റ് ഓഫ് കൺട്രോൾ സിഗ്നൽസ് വരിക നമ്മുടെ CPU ബസ്സിലേക്കാണ്. അതായത് കൺട്രോൾ സിഗ്നൽസ് ടു രജിസ്റ്റേഴ്സും കൺട്രോൾ സിഗ്നൽസ് ടു ALEയും ഒക്കെ CPU ബസ്സിലേക്കാണ് വരിക. ഇനി നമ്മുടെ സിസ്റ്റം ബസ്സിലേക്കുള്ള കൺട്രോൾ സിഗ്നൽസാണ് ഈ വരച്ചത്. അതായത് പുറത്തുള്ള കമ്പോണൻസിനുള്ള കൺട്രോൾ സിഗ്നൽസും. അങ്ങനെ 2 രീതിയിലുള്ള കൺട്രോൾ സിഗ്നൽസ് അവിടെ ഉണ്ടാവും. ഇനി നമ്മൾ പറയാൻ വിട്ട 3 സിഗ്നൽ, ഓക്കെ, ഇത് ALU കൺട്രോൾ ലൈൻസ്. ഇത് 3 ഞാൻ ജസ്റ്റ് ഒരു വെറുതെ 3 വരച്ചെന്നുള്ളൂ. 3 അല്ല, അവിടെ ഒരു സെറ്റ് ഓഫ് കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാവും. അതായത് ALU എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് ഡയറക്റ്റ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഇത് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ആഡ് കൺട്രോൾ ലൈൻ, സബ്ട്രാക്ട് കൺട്രോൾ ലൈൻ, അങ്ങനെ ഓരോ ഓപ്പറേഷനും ഓരോ കൺട്രോൾ ലൈൻ ഉണ്ടാവും. അപ്പോൾ അഡീഷനാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആഡ് കൺട്രോൾ ലൈൻ വഴിയാണ് സിഗ്നൽ വരിക. സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സബ്ട്രാക്ട് എന്ന് പറഞ്ഞ കൺട്രോൾ ലൈൻ വഴിയാണ് സിഗ്നൽ വരിക. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ALU കൺട്രോൾ ലൈൻസ് ഉണ്ടാവും. പിന്നെയുള്ള ഒരു ഇൻപുട്ട് ALUവിൻ്റെ ക്യാരി ഇന്നാണ്. ക്യാരി ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അഡീഷൻ ചെയ്യുകയാണെങ്കിൽ അഡീഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് അവിടെ എന്തെങ്കിലും ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരിയും അടുത്ത പൊസിഷനിൽ 2 വാല്യൂയും കൂടെ തമ്മിലാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ക്യാരി ഒരു ഓപ്പറേഷനകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വരാനുള്ള ലൈനാണ് ഈ ക്യാരി ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇവർ തമ്മിലുള്ള ആ ഇൻ്റർ കണക്ഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ വരിക. ഇനി CPUവിൻ്റെ ഓരോ ഓപ്പറേഷൻസ് പറയാം. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരാൻ സാധ്യതയുള്ള 4 ഓപ്പറേഷൻസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഈ 4 ഓപ്പറേഷൻസും ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് പല ഓർഡറിലായിരിക്കും ഈ ഓപ്പറേഷൻസൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഓരോ ഓപ്പറേഷൻ ചെയ്യേണ്ട സമയത്ത് CPU അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് നോക്കാം. So first operation, fetch the contents of a given memory location and load them into a CPU register. അതായത് മെമ്മറിയുടെ അകത്തിരിക്കുന്ന ഒരു കണ്ടൻറ്റിനെ, അത് ഡേറ്റ ആവാം ഇൻസ്ട്രക്ഷൻ ആവാം എന്താണെങ്കിലും അതിനെ ഫെച്ച് ചെയ്യണം. ഫെച്ച് ചെയ്യുക മീൻസ് മെമ്മറിയിൽ നിന്ന് അത് എടുക്കണു, എന്നിട്ട് CPUവിനകത്ത് ഒരു രജിസ്റ്ററിലേക്ക് അതിനെ വെക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അതായത് മെമ്മറിയിൽ നിന്ന് ഒരു ഡേറ്റ ഫെച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് CPUവിനകത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതാണ് ഒരു ഓപ്പറേഷൻ, ആവശ്യമുള്ള ഓപ്പറേഷൻ എന്നുണ്ടെങ്കിൽ CPU എന്തൊക്കെ ചെയ്യും നോക്കാം. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറി അഡ്രസ്സ് CPU പറഞ്ഞു കൊടുക്കണം. അത് അവിടുന്ന് റീഡ് ചെയ്യണം എന്നുള്ളൊരു കൺട്രോൾ സിഗ്നലും CPU കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. CPU ട്രാൻസ്ഫേഴ്സ് ദി അഡ്രസ് ഓഫ് ദി റിക്വയർഡ് വേർഡ് ഇൻ ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ എനിക്കിപ്പോൾ മെമ്മറി ഇവിടെ ഉണ്ട്. മെമ്മറിയിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. അതിൽ സപ്പോസ് 1000 എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ എനിക്ക് വേണം. ഈ 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഇപ്പോൾ എനിക്ക് ഒരു ഡേറ്റ 5 എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റയാണ് CPUവിനകത്തേക്ക് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 എന്നാണ് ഡേറ്റ എടുക്കണമെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് CPU എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1000 എന്ന് പറഞ്ഞ അഡ്രസ്സിനെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അതിനകത്ത് 1000 എന്ന് പറഞ്ഞ അഡ്രസ്സ് വെച്ചു. ദെൻ ഇഷ്യൂ എ റീഡ് കൺട്രോൾ സിഗ്നൽ. അപ്പോൾ 1000 എന്ന് പറഞ്ഞ അഡ്രസ്സ് അവിടെ വെച്ചതിന് ശേഷം റീഡ് കൺട്രോൾ സിഗ്നൽ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മെമ്മറി റീഡ് ചെയ്യണം. അപ്പോൾ ഏത് മെമ്മറിയാണ് റീഡ് ചെയ്യേണ്ടത്? മെമ്മറി അഡ്രസ് രജിസ്റ്ററിലുള്ള അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിലുള്ള മെമ്മറി ലൊക്കേഷനാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ അഡ്രസ്സ് എവിടെ അവൈലബിൾ ആയിരിക്കും? അഡ്രസ് ബസ്സിൽ അവൈലബിൾ ആയിരിക്കും. കാരണം മെമ്മറി അഡ്രസ് ബസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു മെമ്മറി അഡ്രസ് രജിസ്റ്ററാണ്. അപ്പോൾ 1000 എന്ന് പറഞ്ഞ അഡ്രസ്സ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ വെക്കണു. കൺട്രോൾ ലൈൻസ് വഴി റീഡ് കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യണു. അപ്പോൾ ഏത് മെമ്മറിയാണ് റീഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെമ്മറിയുടെ അഡ്രസ് ലൈൻസിലുണ്ടാവും. അതിന് കാരണം അത് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അഡ്രസ്സ്. ദെൻ ഇറ്റ് വെയിറ്റ്സ് അൺടിൽ എ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റഡ് സിഗ്നൽ ഇസ് റിസീവ്ഡ്. അപ്പോൾ ഒരു മെമ്മറി റീഡ് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ കൺട്രോൾ യൂണിറ്റിന് തിരിച്ച് കിട്ടും. അതുവരെ അത് വെയിറ്റ് ചെയ്യും. അത് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി റീഡ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ ഇഷ്യൂ ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു എന്നൊരു സിഗ്നൽ തിരിച്ചും കിട്ടിക്കഴിഞ്ഞ് ഡേറ്റ ഇവിടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് വേർഡ് എന്ന് പറഞ്ഞിട്ട് അത് ഡേറ്റ ആവാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആവാം. ദി വേർഡ് ഇസ് അവൈലബിൾ ഇൻ മെമ്മറി ബഫർ രജിസ്റ്റർ. അപ്പോൾ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ അഡ്രസ്സ് വയ്ക്കുന്നു, റീഡ് ചെയ്യണു. റീഡ് കംപ്ലീറ്റഡ് എന്ന് സിഗ്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡ് ചെയ്ത കാര്യം എവിടെ ഉണ്ടാവും? മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഉണ്ടാവും. അപ്പോൾ മെമ്മറി ബഫർ രജിസ്റ്ററിൽ എന്തുണ്ടാവും? 5 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവും. കാരണം എന്താണ്? 1000 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് ഇതിനകത്ത് R0 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ MBRനകത്തുനിന്ന് 5നെ R0യിലേക്ക് മൂവ് ചെയ്യും.
ദെൻ സ്റ്റോർ എ വേർഡ് ഓഫ് ഡേറ്റ ഫ്രം വൺ CPU രജിസ്റ്റർ ടു മെമ്മറി. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ CPUവിനകത്തൊരു എന്തെങ്കിലും ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്തു, ഇപ്പോൾ ഒരു അഡീഷൻ ചെയ്തു, അതിൻ്റെ റിസൾട്ട് തിരിച്ച് നമുക്ക് മെമ്മറിയിൽ വെക്കണം. അതായത് ഒരു CPU രജിസ്റ്ററിലുള്ള ഡേറ്റേനെ തിരിച്ച് മെമ്മറിയിലേക്ക് വെക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? ദി അഡ്രസ് ഇസ് ലോഡഡ് ഇൻ ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സപ്പോസ് എനിക്ക് മെമ്മറിയിൽ 2000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് ഡേറ്റ വെക്കേണ്ടത്. എനിക്ക് 25 എന്ന് പറഞ്ഞിട്ടൊരു റിസൾട്ട് ഉണ്ട്. ALUവിലൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്ക് 25 എന്നൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ Z രജിസ്റ്ററിലാണ് ഇരിക്കുന്നത്. അതെനിക്ക് 2000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ഏത് മെമ്മറിയിലേക്കാണോ വെക്കേണ്ടത് അതിൻ്റെ അഡ്രസ്സ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ വെക്കണം. മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ 2000 എന്ന് പറഞ്ഞ അഡ്രസ്സ് വെച്ചു. ഇനി എന്ത് ഡേറ്റയാണോ വെക്കേണ്ടത് ആ ഡേറ്റ മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഉണ്ടാവണം. അപ്പോൾ എനിക്ക് വെക്കേണ്ടത് Z രജിസ്റ്ററിലെ ഡേറ്റയാണ് 25. ആ 25നെ മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് വെച്ചു. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യുക. ദി അഡ്രസ് ഇസ് ലോഡഡ് ഇൻ ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആൻഡ് ഡേറ്റ ഇസ് ലോഡഡ് ടു മെമ്മറി ബഫർ രജിസ്റ്റർ. അതിനുശേഷം നമുക്ക് റൈറ്റ് ചെയ്യേണ്ട അഡ്രസ്സുമായി റൈറ്റ് ചെയ്യേണ്ട ഡേറ്റയായി ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ദി റൈറ്റ് കൺട്രോൾ സിഗ്നൽ. കൺട്രോൾ യൂണിറ്റ് റൈറ്റ് കൺട്രോൾ സിഗ്നൽ ഇഷ്യൂ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ പറഞ്ഞ അഡ്രസ് ബസ്സിൽ അവൈലബിൾ ആണ്. മെമ്മറി ബഫർ രജിസ്റ്ററിലുള്ള ഡേറ്റ ബസ്സിൽ അവൈലബിൾ ആണ്. മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഡേറ്റ ബസ്സിലെ ഡേറ്റ അഡ്രസ്സിൽ പോയിട്ട് റൈറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഒരു രജിസ്റ്റർ ടു മെമ്മറി സ്റ്റോറേജ് എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ ട്രാൻസ്ഫർ എ വേർഡ് ഫ്രം വൺ CPU രജിസ്റ്റർ ടു അനദർ. ഇത് CPUവിനകത്തുള്ള ഒരു രജിസ്റ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്ക് ഒരു ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാം. സപ്പോസ് നമുക്കിപ്പോൾ RI എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ഉണ്ടെന്ന് വരിക്കാം. RI എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ടെങ്കിൽ അതിന് 2 കൺട്രോൾ ഗേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഗേറ്റ്സ് എന്ന് പറയും. കൺട്രോൾ സിഗ്നൽസ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന 2 ഗേറ്റ്സ് ഉണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RI ഔട്ട് ആൻഡ് RI ഇൻ. RI ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺട്രോൾ സിഗ്നൽ 1I എന്ന് പറഞ്ഞാൽ അതിനർത്ഥം RI എന്ന് പറഞ്ഞ രജിസ്റ്റർ ഔട്ടിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ പോവുകയാണ്. RI എന്ന് പറഞ്ഞ രജിസ്റ്റർ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ RI ഇൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൺട്രോൾ ഗേറ്റ്സ് ഫോർ രജിസ്റ്റർ RI ആർ കൺട്രോൾഡ് ബൈ കൺട്രോൾ സിഗ്നൽസ് RI ഇൻ ആൻഡ് RI ഔട്ട്. വെൻ RI ഇൻ സെറ്റ് ടു 1, അതായത് RI എന്ന് പറഞ്ഞ രജിസ്റ്റർ ഇൻപുട്ട് മോഡിലാക്കുക എന്ന് വെച്ചാൽ മതി. അത് ഇഫ് ദാറ്റ് ഇസ് സെറ്റ് ടു 1, ദി ഡേറ്റ ഓൺ ദി കോമൺ ബസ് ഇസ് ലോഡഡ് ടു RI. അതായത് കോമൺ ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU ബസ്. RI എന്ന് പറഞ്ഞത് ഇൻപുട്ടിന് റെഡിയായി, അപ്പോഴാണ് RI ഇൻ എന്ന് പറഞ്ഞത് 1 ആവുക. ഇൻപുട്ടിന് റെഡിയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU ബസ്സിൽ എന്ത് ഡേറ്റയാണുള്ളത് അത് RI എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യാം. ഇഫ് RI ഔട്ട് സെറ്റ് ടു 1, അതായത് RI എന്ന് പറഞ്ഞത് ഔട്ട്പുട്ടിന് റെഡിയായി എന്ന് പറയുകയാണെങ്കിൽ ദി കണ്ടൻസ് ഓഫ് RI എന്ന് പറഞ്ഞാൽ RI എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് ഇപ്പോൾ എന്ത് ഡേറ്റയാണോ ഉള്ളത് ദാറ്റ് ആർ പ്ലേസ്ഡ് ഓൺ ദി ബസ്. അതായത് അതിനകത്തുള്ള ഡേറ്റ ബസ്സിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാം. അതാണ് ഈ 2 സിഗ്നൽസ്, RI ഇന്നും RI ഔട്ടും. അപ്പോൾ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം ബിറ്റ്വീൻ 2 രജിസ്റ്റേഴ്സ്, അതായത് R1 ടു R2 ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? R1നകത്ത് ഇപ്പോൾ സപ്പോസ് ഒരു വാല്യൂ ഉണ്ട്, ഇത് R1 ആണ്. R1നകത്ത് എനിക്ക് 7 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്, എനിക്കത് R2നകത്തേക്ക് പാസ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R1നെ എന്തായിട്ട് സെറ്റ് ചെയ്യണം? R1ൻ്റെ ഔട്ട്, അതായത് R1 ഔട്ടിനെ 1 ആക്കി വയ്ക്കുക. R1 ഔട്ട് 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇതിനകത്തുള്ള ഡേറ്റ നമ്മുടെ കോമൺ ബസ്സിൽ അവൈലബിൾ ആക്കണം. ദെൻ R2നകത്തേക്കാണ് ഡേറ്റ വരേണ്ടത്. അപ്പോൾ R2 ഇന്ന് 1 ആക്കി വയ്ക്കണം. R2 ഇൻ 1 ആക്കി. അതായത് R1 ഔട്ട് 1 ആക്കി എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഡേറ്റ നമ്മുടെ ഡേറ്റ ബസ്സിൽ അവൈലബിൾ ആവും. ഡേറ്റ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ CPU ബസ്സിനകത്തെ ഡേറ്റ ബസ്, അവിടെ ഡേറ്റ 7 എന്ന് പറഞ്ഞത് അവൈലബിൾ ആവും. R2 ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിലിരിക്കുന്ന ഡേറ്റ എന്താണോ അത് R2ലേക്ക് മൂവ് ചെയ്യണം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ 7 എവിടേക്ക് വരും? R2ലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് 2 രജിസ്റ്റേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ മൂവ്മെൻറ്റ് നടക്കുക. ഇനി വേറൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പെർഫോം ആൻ അരത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ. ALUവിൽ വെച്ചിട്ട് ഒരു അരത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുകയാണ് അഡീഷൻ. അപ്പോൾ അഡീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വാല്യൂസ് വേണ്ടേ ആഡ് ചെയ്യാൻ. സപ്പോസ് എനിക്കുള്ള 2 ഓപ്പറാൻഡ്സ് 5ഉം 15ഉം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 2 ഓപ്പറാൻഡ്സും ഒരേ സമയത്ത് അവൈലബിൾ ആവണം. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ രജിസ്റ്റർ Y ഓഫ് ALU ഹോൾസ് 1 ഓഫ് ദി ഓപ്പറാൻഡ്സ്. ഈ 2 എണ്ണത്തിൽ ഒന്നിനെ Yയിലേക്ക് വയ്ക്കാം. അപ്പോൾ 5നെ Yയിലേക്ക് വെച്ചു. ഇനി 15ഉം കൂടെ വേണ്ടേ. ദി സെക്കൻഡ് നമ്പർ ഇസ് ടേക്കൺ ഫ്രം ദി ബസ്.
അപ്പോൾ 15 എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ കോമൺ ബസ്സിലുണ്ടാവും, CPU ബസ്സിലുണ്ടാവും. 5 എന്ന് പറഞ്ഞ നമ്പർ Y എന്ന് പറഞ്ഞ രജിസ്റ്ററിലുണ്ടാവും. അപ്പോൾ ഈ വൈയും കോമൺ ബസ്സും ഇത് രണ്ടും ALUവിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ 5ഉം 15ഉം ALUവിൽ അവൈലബിൾ ആവും. അഡീഷന് വേണ്ടിയിട്ടൊരു കൺട്രോൾ സിഗ്നലും കൂടെ വന്നിട്ടുണ്ടാവും. ദെൻ ദി റിസൾട്ട് ഇസ് സ്റ്റോർഡ് ടെമ്പററിലി ഇൻ രജിസ്റ്റർ സെറ്റ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണു, റിസൾട്ട് രജിസ്റ്റർ സെറ്റിൽ വെക്കണം. അപ്പോൾ ഇത്രയാണ് ഈ 4 ടൈപ്പ് ഓപ്പറേഷൻസ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 ഓപ്പറേഷൻസുമാണ് സാധാരണ ഉണ്ടാവുക. അത് പല ഓർഡറിലായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് എന്താണ്, ആ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യണമെന്നനുസരിച്ചിട്ട് ഇതിൽ ഇങ്ങനെ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു CPU വർക്ക് ചെയ്യുന്നത്. CPU-നകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് ഒക്കെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക.